നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 31, 2026 ജനുവരി 1 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി ഇതിൽ പറയാനാണ് ശ്രമിക്കുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ 31 രാവിലെ 9:23 AM മുതൽ 2026 ജനുവരി 2 രാവിലെ 9:25 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അതുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ ഈ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബുധനാഴ്ച 31 തീയതി പച്ച നിറം. വ്യാഴം ജനുവരി 1 മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തം നോക്കാം. ഡിസംബർ 31 ജനുവരി 1 തീയതികളിൽ രാവിലെ 5:13 AM മുതൽ രാവിലെ 6:01 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 2025 ഡിസംബർ 31, 2026 ജനുവരി 1 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം ഈ സമയത്താണ്. ഇനി അഭിജിത്ത് മുഹൂർത്തം 31 തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. 2026 ജനുവരി 1 ഉച്ചയ്ക്ക് 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 2026 ജനുവരി 1 അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. ഡിസംബർ 31 ഉച്ചയ്ക്ക് 12:29 PM മുതൽ ഉച്ചയ്ക്ക് 1:54 PM വരെയാണ് ഡിസംബർ 31 തീയതി രാഹുകാലം. ജനുവരി 1 ഉച്ചയ്ക്ക് ശേഷം 1:55 PM മുതൽ വൈകിട്ട് 3:20 PM വരെയാണ് രാഹുകാലം. ജനുവരി 1 രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഈ ദിവസങ്ങളിലെ ഭാഗ്യ നമ്പറുകൾ നോക്കാം. 31-12-2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 1, 3, 2, 9, 5, 8 ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാണ്. നിരവധി നമ്പറുകൾ വരുന്നുണ്ട്. ജനുവരി 1 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് രാശിഫലം നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 3 ഗ്രഹങ്ങൾ
ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനിയുടെ, അതായത് 7th ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഈ ദിവസങ്ങളിൽ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങൾക്കും സാധ്യതയുണ്ട്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വ, സൂര്യൻ ഇവ അഷ്ടമത്തിലാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. യന്ത്രസാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സൂക്ഷിച്ച് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ ജാഗ്രത പാലിക്കുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ടാവും. ദൈവാധീനമുണ്ട്. സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം ഇവയൊക്കെ അനുഭവപ്പെടും. ഇടവൻ രാശിയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അല്പം ദോഷമുള്ള ദിവസങ്ങളാണ്, ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ആകെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും മാത്രമാണ്, സർപ്പവും ശിഖയും. ഇവർക്ക് 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വ, സൂര്യൻ, ശനി. ഈ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. യന്ത്രസാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പുതുതായിട്ട് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. 7ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ ഇവ നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവേകപൂർവം അത് പരിഹരിക്കുക. ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാനുള്ള സാധ്യത. കാരണം ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവയെല്ലാം പ്രതികൂലമാണ്, അനുകൂലമല്ല. അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബുധൻ പ്രതികൂലമാണ്. അപ്പോൾ സംസാരത്തിൽ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തുക. നാവ് പിഴ കൊണ്ട് വലിയ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ച ദേവിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. മിഥുനം രാശിക്ക് അത്യാവശ്യം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർ ഈ മിഥുന രാശിയെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം.
കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ വിജയം ഇവ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ അഷ്ടമത്തിലാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. നാവുപീഴ വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. എങ്കിലും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ഉല്ലാസയാത്രകൾ, വാഹനലാഭം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. പൂർവിക ധനം ലഭിക്കാം. സന്താന ഗുണം, പിതൃഗുണം ഇവ പ്രതീക്ഷിക്കാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയവും ഈ ധനുമാസം മുഴുവൻ പ്രതീക്ഷിക്കാം. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഭൗതിക സുഖങ്ങളിൽ കുറവ് അനുഭവപ്പെടാം. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. ചൊവ്വ, സൂര്യൻ, ബുധൻ, ശനി. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക.
ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ഒരു വിജയസാധ്യത ഏത് കാര്യത്തിനും ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. മകരം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ ഈ ദോഷാധിക്യം മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ അനുഭവപ്പെടും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് വിജയമുണ്ടാവും ഈ ധനുമാസം മുഴുവൻ. പിതൃഗുണം, സന്താന നേട്ടം, പിതൃ സ്വത്ത് ലഭിക്കാം. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് കുറച്ച് കാലത്തിന് ശേഷം ഗുണാധിക്യം വരികയാണ്. എങ്കിലും ഇവർക്ക് ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും ധനുമാസം മുഴുവൻ. അതുപോലെ പിതൃസ്വത്ത് ലഭിക്കാം. പിതൃസ്വത്തിൽ നിന്ന് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടാം. വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള നല്ല ഒരു അവസരമാണ്. 1-ാം തീയതി തന്നെ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. മീനം രാശിയെപ്പറ്റി അല്പം ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം, ഹാപ്പി ന്യൂ ഇയർ.